ഹലോ നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ചർച്ച ചെയ്ത നിങ്ങളോട് ഷെയർ ചെയ്യുന്ന കഗ്നിസെന്റ് എന്ന കമ്പനിയുടെയാണ്. വേൾഡിലെ നമ്പർ 1 കമ്പനിയാണ് കഗ്നിസെന്റ് എന്ന കമ്പനി. അപ്പം ഇതിലെങ്ങനെയാണ് നമുക്ക് നമ്മുടെ കേരളത്തിലുള്ള വേക്കൻസിയെ പറ്റി അറിയണമെങ്കിൽ ഇവിടെ ഞാൻ തരുന്ന നിങ്ങൾ കാണുന്ന വീഡിയോയുടെ താഴെ ഞാൻ തരുന്ന അപ്ലൈ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ഒരു പേജിലേക്കാണ്, കഗ്നിസെന്റിന്റെ ആ കമ്പനിയുടെ ഈ ഒരു പേജിലേക്കാണ്. കഗ്നിസെന്റ് എന്ന് പറഞ്ഞാൽ വേൾഡിലെ നമ്പർ 1 കമ്പനിയാണ്. നിങ്ങൾ ഒരുപക്ഷെ കേട്ട് കാണും, ഗ്രാജുവേറ്റ് വരെയൊക്കെ പോയവര് ഇത് കേട്ട് കാണും. അപ്പൊ ഇതിനകത്ത് അപേക്ഷിക്കാനായിട്ട് നിങ്ങൾക്ക് ഗ്രാജുവേറ്റ്, അണ്ടർ ഗ്രാജുവേറ്റിന് പറ്റും, പ്രഷറിനും ഇതിനകത്ത് അപേക്ഷിക്കാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള ഒരു വേക്കൻസിയാണ്. ഇനി നമുക്ക് എങ്ങനെ കൊച്ചിയിലെ വേക്കൻസി, നമുക്ക് കൊച്ചിയിലാണ്, ഞാൻ സെർച്ച് ചെയ്തപ്പോൾ ഇതിനകത്ത് കൊച്ചിയിലാണ് വേക്കൻസി ഉണ്ട്. കൊച്ചിയിലെ വേക്കൻസി എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? ഇവിടെ ടൈപ്പ് ലൊക്കേഷനിൽ നമ്മൾ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യുക. കൊച്ചി എന്ന് ടൈപ്പ് ചെയ്തപ്പോൾ ഇവിടെ വരുന്നു കൊച്ചി കേരള ഇന്ത്യ. ഈ കൊച്ചി കേരള ഇന്ത്യ എടുക്കുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ കൊച്ചിയിലെ വേക്കൻസിയാണ് വരുന്നത്. അഡ്വാൻസ് സെർച്ച് കൊച്ചി കേരള എന്ന് എഴുതിയിട്ടുണ്ട്. കൊച്ചി കേരള ഡേറ്റാബേസ് എഞ്ചിനീയർ, കൊച്ചി കേരള ജിയോ സ്പിരിറ്റൽ എഞ്ചിനീയർ, കൊച്ചി കേരള, എല്ലാം കൊച്ചിയിലെ ഒരുപാട് വേക്കൻസി ഉണ്ട് കൊച്ചിയിൽ. അതായത് നിങ്ങൾ നോക്കണം, 1 തൊട്ട് 8 പേജ് വരെയുള്ള ഇത് കണക്കുള്ള 8 പേജിലെ വേക്കൻസി ഉണ്ട്. ഒരുപാട് വേക്കൻസി ഉണ്ട് കൊച്ചിയിൽ. അപ്പം ഏതൊക്കെയാണെന്ന് നോക്കണം. അപ്പം ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ഇടുമ്പോഴത്തേക്ക് എനിക്കൊരു നോട്ടിഫിക്കേഷൻ വന്ന് എയർ ഇന്ത്യയിൽ ഗ്രൗണ്ട് സ്റ്റാഫിന്റെ വേക്കൻസിക്ക് വേണ്ടിയിട്ട് ആളുകളെ എടുക്കുന്നത്. അതായത് നമ്മുടെ തിരുവനന്തപുരത്താണ്, അതിന്റെ ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ ആണ് തിരുവനന്തപുരത്ത്. അപ്പം നമുക്ക് ഈ വീഡിയോയിൽ ഈ കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളോട് ഒരു റിക്വസ്റ്റ് ഉള്ളത്, നിങ്ങൾ എൻ്റെ വീഡിയോയിൽ ആദ്യമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാം. അപ്പം ഞാൻ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിന് മുന്നേ ആ കാര്യങ്ങളെ പറ്റി ഞാൻ ചർച്ച ചെയ്തിട്ട് മുന്നോട്ട് നമുക്ക് പോകാം. അപ്പം ഈ എയർ ഇന്ത്യയുടെ വേക്കൻസിയാണ്, തിരുവനന്തപുരത്താണ് വേക്കൻസി. 28-ാം തീയതി, ഈ മാസം 28-ാം തീയതിയാണ് അതിന്റെ വേക്കൻസി വരുന്നത്. ഈ മാസം 28 എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്ന് 25ആയി. ഇനി മൂന്നാമത്തെ ദിവസമാണ് ആൾ ഓവർ ഇന്ത്യയിലെ ഒരു വാക്കിംഗ് ഇന്റർവ്യൂ തിരുവനന്തപുരത്താണ് നടക്കുന്നത്. തിരുവനന്തപുരത്ത് നടക്കുന്ന എയർ ഇന്ത്യയുടെ 3 തരത്തിലുള്ള വേക്കൻസിയാണ് വരുന്നത്. ഈ സീക്കിംഗ് പ്രഷർ ടു ജോയിൻ, അവരുടെ വെബ്സൈറ്റിൽ തന്നെ പറയുന്നതാണ് കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ്. ഇത് എയർ ഇന്ത്യയുടെയാണ്, കഗ്നിസെന്റിന്റെ അല്ല. ഇത് എയർ ഇന്ത്യയുടെ. നിങ്ങളെ പ്രത്യേകം ഇതിന്റെ ഇടയ്ക്ക് ഞാൻ അറിയിക്കുന്നതേ ഉള്ളൂ. കാര്യം ഇതിനു വേണ്ടി പ്രത്യേകം വീഡിയോ ഇടാൻ പോയ 28-ാം തീയതി, മെയ് 28-ാം തീയതി ഇതിന്റെ ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ ആണ്, തിരുവനന്തപുരത്താണ്. അപ്പം ആ സമയത്ത് ഞാൻ വീഡിയോ ഇടാൻ പോയാൽ നിങ്ങൾക്ക് കിട്ടത്തുമില്ല, കിട്ടിയ പ്രയോജനവും ഇല്ല. അപ്പൊ ഞാൻ വിചാരിച്ചെന്നാൽ ഈ വീഡിയോയുടെ കൂടെ ഈ കാര്യം കൂടെ നിങ്ങളെ അറിയിച്ചേക്കാം. അതായത് എന്റെ വീഡിയോ കാണുന്നതിലുള്ള ഒരു ബോണസ് ആണിത്. നിങ്ങൾക്ക് തിരുവനന്തപുരത്ത് വരെ പോയി അറ്റൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. അപ്പോൾ 1ാമത്തെ വേക്കൻസി എന്ന് പറയുന്ന കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ്, ഗ്രൗണ്ട് സ്റ്റാഫ് ആണ്. മൊത്തം കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ് ആണ് 1ാമത്തെ വേക്കൻസി. ഇതിനകത്ത് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ മിനിമം ഗ്രാജുവേറ്റ് ആയിരിക്കണം. 18 വയസ്സ് തൊട്ടുള്ളവർക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി 2ാമത്തെ വേക്കൻസി ഡ്രൈവറുടെ ആണ്. മിനിമം 12th പാസ്സാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ 12th പാസ് ആയിരിക്കണം. ആ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം. ഇനി 3ാമത്തെ വേക്കൻസിയാണ് ഹാൻഡിമാന്റെ മിനിമം 10ാം ക്ലാസ് ആണ് നിങ്ങൾ പാസ്സായെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റും. അപേക്ഷിക്കുകയല്ല, നിങ്ങൾക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റും, ബാക്കിംഗ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റും 28-ാം തീയതി. നമുക്ക് അതിന്റെ വെന്യൂ എന്താണ്, ഏത് ദിവസമാണെന്നൊക്കെ നമുക്ക് നോക്കാം. കം ഫോർ ഇന്റർവ്യൂ, ഡേറ്റ് 28 മെയ് 25, ഈ മാസം 28-ാം തീയതിയാണ്. ടൈമിംഗ് 9:30, രാവിലെ 9:30 തൊട്ട് 2 മണി വരെയാണ്, ഉച്ചയ്ക്ക് 2 മണി വരെയാണ് ഇന്റർവ്യൂ നടക്കുന്നത്. ഇത് എവിടാണ് നടക്കുന്നത്? വെന്യൂ പഴവങ്ങാടി, തിരുവനന്തപുരമാണ്. ഈ അഡ്രസ്സ് നിങ്ങൾ വായിച്ചു നോക്കണം. അത്രയും സമയമില്ല എനിക്ക് അതുകൂടെയൊക്കെ പറയുവാൻ വേണ്ടി. കാര്യം എന്റെ പ്രൊണൗൺസിയേഷൻ വളരെ മോശമാണ്, വളരെ പുവറാണ്. ഞാൻ നിങ്ങളെ ഇത്രയും ഒന്നും പഠിച്ചിട്ടില്ലേ, 10ാം ക്ലാസ് വരെ പോയിട്ടുള്ളൂ. ആ ഒരു കുറവ്, ഒരു ന്യൂനത എനിക്കുണ്ട്. അപ്പം പഴവങ്ങാടി, തിരുവനന്തപുരത്താണ് ഇതിന്റെ വേക്കൻസി, ഇതിന്റെ ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ നടക്കുന്നത്. കേരള 695008 ആണ് ഇതിന്റെ പിൻകോഡ്. ഇനി ഇവിടെ ഒരു ഫോൺ നമ്പർ തന്നിട്ടുണ്ട്. ഇതിന്റെ 8086073738 മൊബൈൽ നമ്പറാണ്. നിങ്ങൾ പോകുന്നതിന് മുന്നേ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഫോണിൽ ഫോൺ ചെയ്ത് മൊബൈൽ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കൺഫേം ചെയ്തിട്ടേ നിങ്ങൾ പോകാവുള്ളൂ. എനിക്കാരെങ്കിലും വെർബലി പറഞ്ഞ് കിട്ടുകയൊന്നുമല്ല. ഞാൻ എയർ ഇന്ത്യയുടെ നോട്ടിഫിക്കേഷൻ അവരിടുമ്പോൾ എനിക്കത് ഡയറക്റ്റ് വരും. അതുകൊണ്ട് ഈ സമയത്ത് എനിക്ക് ഒരു അരമണിക്കൂറേ ആയുള്ളൂ ഈ നോട്ടിഫിക്കേഷൻ എൻ്റെ മെയിലിൽ വന്നിട്ട്.
അപ്പം ഞാനത് നിങ്ങളെ അറിയിക്കുകയാണ്. എനിക്കത് അത്ര ഞാൻ നടത്തുന്ന ഒരു ഇന്റർവ്യൂ അല്ല, അതുകൊണ്ട് എനിക്കതിനെപ്പറ്റി അത്ര 100% കൺഫേം അല്ല. നിങ്ങൾ കൺഫേം ചെയ്തിട്ടേ പോകാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ കണ്ണൂരിൽ നിന്ന്, ആലപ്പുഴയിൽ നിന്ന്, അല്ലെങ്കിൽ കൊല്ലത്തിൽ നിന്ന്, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഒരുപക്ഷെ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാകത്തില്ല. അവസാന നിമിഷമെങ്കിലും നിങ്ങൾ പുറപ്പെടുന്നതിന് ജസ്റ്റ് മുന്നെങ്കിലും നിങ്ങൾ ഈ ഫോൺ നമ്പറിൽ കൺഫേം ചെയ്തിട്ടേ നിങ്ങൾ പോകാവുള്ളൂ. വെന്യൂ അവർ കംപ്ലീറ്റ് പറഞ്ഞ് അത് കണക്ക് ഇത് എവിടെ നടക്കുന്നെന്നുള്ള കാര്യം കംപ്ലീറ്റ് പറഞ്ഞ് അത് കണക്ക് തന്നെ അവരുടെ മൊബൈൽ നമ്പർ ഇതാണ്. പിന്നെ നിങ്ങൾ പോകുന്നതിന് മുന്നേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പ്ലീസ് ക്യാരി ആൾ ദ ഒറിജിനൽ എഡ്യൂക്കേഷൻ ഡോക്യുമെന്റ്സ്. നിങ്ങളുടെ എഡ്യൂക്കേഷൻ ഡോക്യുമെന്റ്സും ഒറിജിനൽ നിങ്ങളുടെ കയ്യിൽ വേണം. പ്ലസ് നിങ്ങളുടെ പാസ്പോർട്ട്, പിന്നെ ഒരു CV. 3 കാര്യങ്ങൾ നിങ്ങൾ കൊണ്ടുപോകണം. ഒന്ന്, നിങ്ങളുടെ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് എല്ലാം ഒറിജിനൽ വേണം. നിങ്ങളുടെ ഒറിജിനൽ പാസ്പോർട്ട് വേണം. അതുകൂടാതെ നിങ്ങളുടെ CV റെസീവ് നിങ്ങൾ ഉണ്ടാക്കിയിരിക്കണം, ബയോഡാറ്റ. അതായത് ഞാൻ എൻ്റെ എല്ലാ വീഡിയോയും തുടങ്ങുമ്പോൾ വീഡിയോ ഞാൻ ഇടാൻ തുടങ്ങിയപ്പോൾ തൊട്ട് എല്ലാവരോടും പറയുന്നുണ്ട്, നിങ്ങൾ പാസ്പോർട്ട് ഉണ്ടാക്കുക. നിങ്ങൾ അവിയേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിങ്ങൾ വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പാസ്പോർട്ട് വേണം. അത് കണക്ക് തന്നെ നിങ്ങൾക്ക് മർച്ചന്റ് നേവി വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പാസ്പോർട്ട് വേണം. അപ്പൊ ഈ 2 പാസ്പോർട്ട് ഇല്ലാതെ നിങ്ങൾക്ക് ഇവിടെ എയർപോർട്ട്സ് വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പാസ്പോർട്ട് വേണം. അപ്പം ഈ പാസ്പോർട്ട് ഇല്ലാത്തവർക്ക് ഇപ്പം വളരെ ലഘുവായ ഒരു പ്രൊസീജിയറിലൂടെ നമുക്ക് പാസ്പോർട്ട് കിട്ടും. നിങ്ങൾ പാസ്പോർട്ട് തീർച്ചയായിട്ടും എടുക്കണം. പാസ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്ക് പറ്റിയ നമ്മുടെ ക്വാളിഫിക്കേഷന് പറ്റിയ ഒരു വേക്കൻസി വന്ന് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വളരെ നമ്മുടെ ഒരു കഷ്ടകാലം എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. അതുകൊണ്ട് തീർച്ചയായിട്ടും അപ്പൊ ഇത്രയും നേരം ഞാൻ പറഞ്ഞത് ഈ എയർ ഇന്ത്യയുടെ വേക്കൻസിയാണ്. അതിനു മുന്നേ ഞാൻ കഗ്നിസെന്റിന്റെ ഒരു ട്രയൽ കാണിച്ചെന്നേ ഉള്ളൂ. അപ്പൊ ഞാൻ ഇനി കഗ്നിസെന്റിന്റെ വേക്കൻസിയെ പറ്റി പറയാം. ഒന്ന് ഓടിച്ച് പറയാം, ഒരുപാട് സമയമാകും എല്ലാം കൂടെ പറയുമ്പോഴത്തേക്ക്. കഗ്നിസെന്റ് ന്യൂ റിക്രൂട്ട്മെന്റ് 2025 ഫോർ വേരിയസ് പോസ്റ്റ്, ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റീസ്. വളരെ നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. വേൾഡിന്റെ ഒരു നമ്പർ 1 കമ്പനിയാണിത്. കഗ്നിസെന്റ് ന്യൂ റിക്രൂട്ട്മെന്റ്. കഗ്നിസെന്റ് അനൗൺസ്ഡ് മൾട്ടിപ്പിൾ ജോബാണ്. 3700 വേക്കൻസി ഉണ്ട് ഇതിനകത്ത്. മൾട്ടിപ്പിൾ ജോബ് വേക്കൻസി അക്രോസ് ഇന്ത്യ ഫോർ വേരിയസ്. ആ 3700-ൽ എനിക്ക് തോന്നുന്നു ഒരു 150 വേക്കൻസിയോളം നമ്മുടെ കേരളത്തിൽ തന്നെ, കൊച്ചിയിൽ തന്നെ ഉണ്ട്. കേരളത്തിൽ പല സ്ഥലങ്ങളിലായിരിക്കും, പക്ഷേ കൊച്ചിയിൽ അവർ ലൊക്കേഷൻ പറയുന്നത്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഒരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾക്ക് ഒരു പൈസ കൊടുക്കേണ്ട. ഇത് ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല, എക്സാം ഫീസ് ഇല്ല, എക്സാമും ഇല്ല. വെറും ഒരു ഇന്റർവ്യൂയിലൂടെ നിങ്ങൾ അയക്കുന്ന CV നല്ലതാണ്, നിങ്ങളുടെ ഡോക്യുമെന്റ്സ് നല്ലതാണ്, അത് അവരുടെ റിക്വയർമെന്റുമായിട്ട് ഒത്തുവരികയാണ്, നിങ്ങളുടെ ക്വാളിഫിക്കേഷനുമായിട്ട് അവർ മാച്ച് ആകുകയാണെങ്കിൽ നിങ്ങളെ തീർച്ചയായിട്ടും വിളിക്കും. ഈ കമ്പനിയെ പറ്റി പറയുന്നുണ്ട്. കഗ്നിസെന്റ് ന്യൂ റിക്രൂട്ട്മെന്റ് 20. കഗ്നിസെന്റ് ന്യൂ റിക്രൂട്ട്മെന്റ്. കഗ്നിസെന്റ് ഈസ് എ ലീഡിംഗ് ഗ്ലോബൽ ടെക്നോളജി കമ്പനി. ഗ്ലോബൽ ഒരു ലീഡിംഗ് ടെക്നോളജി കമ്പനി ഈസ് നൗ ഹയറിംഗ് ഫ്രഷ് ഗ്രാജുവേറ്റ്. ഇവിടുന്നകത്ത് ഫ്രഷിനോ അപ്ലൈ ചെയ്യാൻ പറ്റും ഫോർ വേരിയസ് റോൾ ഇൻ 2025 റിക്രൂട്ട്മെന്റ്. ദിസ് ഈസ് ആൻ എക്സലന്റ് ഓപ്പർച്യൂണിറ്റി ഫോർ കാൻഡിഡേറ്റ് ഫ്രം ദ 23, 24 ആൻഡ് 25 ബാച്ചസ്. നിങ്ങൾ ഇതൊന്ന് വായിച്ചു നോക്കിയാൽ മതി. ഇനി ഇതിന്റെ ഒരു രത്നച്ചുരുക്കം പറയുന്നേക്ക. കഗ്നിസെന്റ് ന്യൂ റിക്രൂട്ട്മെന്റ് ഓർഗനൈസേഷൻ. കഗ്നിസെന്റ് പോസ്റ്റ് 3700 പോസ്റ്റ് ഉണ്ട്. ക്വാളിഫിക്കേഷൻ അണ്ടർ ഗ്രാജുവേറ്റ് ആൻഡ് ഗ്രാജുവേറ്റ്. ഓൺലൈൻ അപ്ലൈ ഡേറ്റ് 15-ാം തീയതി തുടങ്ങി 28 ജൂണിന് ഇതിന്റെ കംപ്ലീറ്റ് ആവും. പക്ഷേ ഈ ഒരു പ്രൈവറ്റ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫില്ലാകുന്ന ആ ഒരു പോസ്റ്റ് അവിടുന്ന് മാറ്റിയിട്ട് പുതിയ പോസ്റ്റുകൾ ഇടും. അതും പഴയത് അവിടെ നിൽക്കുക. അപ്പം നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റും. ടോട്ടൽ നമ്പർ ഓഫ് പോസ്റ്റ് 3700 ആണ്. നെയിം ഓഫ് ദ പോസ്റ്റ് അസോസിയേറ്റ് പ്രോജക്ട് കൺസൾട്ടന്റ്, ഗ്രാജുവേറ്റ് ട്രെയിനി എഞ്ചിനീയർ, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, ഹയറിംഗ് ബിസിനസ് അനലിസ്റ്റ്, പ്രോഗ്രാമർ അനലിസ്റ്റ്, അതേഴ്സ്. ഇനി ഏജ് ലിമിറ്റ് ഫോർ കഗ്നിസെന്റ് ന്യൂ റിക്രൂട്ട്മെന്റ് 18 തൊട്ട് 45 വയസ്സുള്ള വരെയുള്ളവർക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. കാൻഡിഡേറ്റ് ഷുഡ് ബി പാസ്ഡ് ആസ് പെർ നോട്ടിഫിക്കേഷൻ ആൻഡ് സ്പെസിഫിക് പോസ്റ്റ്. കാൻഡിഡേറ്റ് ഷുഡ് ബി മിനിമം അണ്ടർ ഗ്രാജുവേറ്റ് ആൻഡ് ഗ്രാജുവേറ്റ് കൂടാതെ അണ്ടർ ഗ്രാജുവേറ്റിനും ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. പേ സ്കെയിൽ എന്ന് പറയുന്നത് 42,000 തൊട്ട് 58,000 വരെയാണ്. ഇത് നിങ്ങളുടെ ക്വാളിഫിക്കേഷനും പോസ്റ്റ് നിങ്ങളുടെ പെർഫോമൻസും അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്ന ഇന്റർവ്യൂ ഡോക്യുമെന്ററി. നിങ്ങളുടെ ഇന്റർവ്യൂ ഡോക്യുമെന്റേഷന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ CV സെലക്ട് ആകുകയാണെങ്കിൽ അവർ ഇന്റർവ്യൂവിന് വിളിക്കും. അത് കൊച്ചി വെച്ചായിരിക്കും. ഇന്റർവ്യൂ നടന്നാൽ പിന്നെ നിങ്ങളുടെ ഡോക്യുമെന്റേഷൻ നടത്തി ഡോക്യുമെന്റ് കാണിച്ചാൽ മതി. നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് ലെറ്റർ, ഓഫർ ലെറ്റർ കിട്ടും. ആപ്ലിക്കേഷൻ ഫീസ് ജനറൽ OBC EWS നില്ലാണ്, SC ST PH നില്ലാണ്.
എല്ലാവർക്കും ഒരു ആപ്ലിക്കേഷൻ ഫീസും നിങ്ങൾക്ക് കൊടുക്കേണ്ട. എങ്ങനെയാണ് ഇതിനകത്ത് അപ്ലൈ ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. ഇത് 15-ാം തീയതി തൊട്ട് തുടങ്ങി, ഈ മാസം 15 തൊട്ട് തുടങ്ങി 28 വരെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. 28 ജൂൺ അടുത്ത മാസം 28 വരെ ഈ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഞാൻ തന്നിരിക്കുന്ന വീഡിയോയുടെ താഴെ തന്നിരിക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റിലേക്കാണ് വരുന്നത്. അത് കഗ്നിസെന്റിന്റെ വെബ്സൈറ്റ് ആണ്. ഇവിടെ കഗ്നിസെന്റ് എന്ന് എഴുതിയിട്ടുണ്ട്. യു ഫസ്റ്റ് ജോബ് അറ്റ് കഗ്നിസെന്റ് ഈസ് ജസ്റ്റ് ദ ബിഗിനിങ് ഓഫ് യുവർ ജേർണി. അതായത് അവർ പറയുന്നത്, നിങ്ങൾ ഒരു പ്രാവശ്യം കഗ്നിസെന്റ് കമ്പനിയിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾ അവിടുന്ന് പോകത്തില്ല. കാര്യം ജേർണിയുടെ സ്റ്റാർട്ടിങ് എന്നാണ് അവർ പറയുന്നത്. അപ്പൊ ഇവിടെ വരുമ്പോഴത്തേക്ക് ഇവിടെ നിങ്ങൾ നോക്ക്, ബാംഗ്ലൂർ കർണാടകയുടെ ഉണ്ട്, പിന്നെ ഫോസ്റ്റർ സിറ്റി യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ഉണ്ട്. അങ്ങനെ ഇങ്ങനെ മിക്സ് ആയിട്ടാണ് വരുന്നത്. കാര്യം വേൾഡിലെ നമ്പർ 1 കമ്പനിയാണ്. അതുകൊണ്ട് വേൾഡിലുള്ള ലൊക്കേഷനിലെല്ലാം വരും. അപ്പൊ നമുക്ക് നമ്മുടെ ഇന്ത്യയിലുള്ള ലൊക്കേഷൻ, ഇന്ത്യയിലെ പോട്ടെ സമയം എടുക്കും. ഞാൻ കൊച്ചിയിലെ, നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് ഇവിടെ എഴുതി സെർച്ച് ചെയ്താൽ മതി. ഞാൻ കൊച്ചിയിലെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡെമോ ചെയ്യുകയാണ്. കൊച്ചി എന്ന് കാണിച്ചപ്പോഴത്തേക്ക് ഇവിടെ വരുന്നുണ്ട് കൊച്ചി കേരള ഇന്ത്യ. ഞാൻ കൊച്ചി കേരള ഇന്ത്യ സെലക്ട് ചെയ്ത്, അപ്പം ആ ഒരു സെലക്ട് ചെയ്തതാണ് ഇതിന്റെ മാറി, അതിന്റെ വെബ്സൈറ്റിലുള്ള വേക്കൻസികൾ മാറി. എല്ലാം കൊച്ചി കേരള കൊച്ചി കേരള കൊച്ചി കേരള എന്നുള്ള വരുന്നത്. ഡേറ്റാബേസ് എഞ്ചിനീയർ കൊച്ചി കേരള ഇന്ത്യ, ജിയോ ഫിസ്റ്റൽ എഞ്ചിനീയർ കൊച്ചി കേരള ഇന്ത്യ, പിന്നെ ജാവ MSB റിട്ടേൺഷിപ്പ് കൊച്ചി കേരള ഇന്ത്യ. അങ്ങനെ ഒരുപാട് വേക്കൻസി ഉണ്ട്. 1, 2, 3 എന്ന് പറയുന്ന 8 പേജിൽ ഇത് കണക്കുള്ള ഇത്രയും വേക്കൻസികൾ 8 പേജിലേ നിങ്ങൾക്ക് വരും. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇതിനകത്ത് അപ്ലൈ ചെയ്യണം. വളരെ നല്ല, നമ്മുടെ കേരളത്തിൽ തന്നെ കൊച്ചിയിൽ ലൊക്കേഷൻ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ കഴിയുക, ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുക, അത് നമ്മൾ അപ്ലൈ ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ നമ്മുടെ ഒരു ന്യൂനതയായിട്ട് തന്നെ കരുതണം. നമുക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ട്, നമ്മൾ ഗ്രാജുവേറ്റ് ആണ്, അല്ലെങ്കിൽ അണ്ടർ ഗ്രാജുവേറ്റ് ആണ്, നമ്മൾ ഫ്രഷറാണ്, അല്ലെങ്കിൽ നമുക്ക് ഈ എക്സ്പീരിയൻസ് ഉണ്ട്. നമ്മുടെ കൊച്ചിയിൽ നമ്മുടെ വേൾഡിലെ നമ്പർ 1 കമ്പനിയിൽ നമുക്ക് വേക്കൻസി വരും, നമ്മൾ അപ്ലൈ ചെയ്തില്ല എന്ന് നമുക്ക് ആപ്ലിക്കേഷൻ ഫീസും ഇല്ല. അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുമില്ലാതെ ഈസി സ്റ്റെപ്പിലൂടെ നമുക്ക് അപ്ലൈ ചെയ്യാൻ, നമ്മൾ അപ്ലൈ ചെയ്യുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വെറും മണ്ടന്മാരാണെന്നേ ഞാൻ പറയത്തുള്ളൂ. അപ്ലൈ ചെയ്യുവാനായിട്ട് ഇവിടെ ഈ ഒരു സെയിം പ്രൊസീജിയറാണ് എല്ലാ പോസ്റ്റിനും. ഡേറ്റാബേസ് എഞ്ചിനീയർ എന്ന് കാണിക്കുന്ന അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ പറയും കഗ്നിസെന്റ് ഡേറ്റാബേസ് എഞ്ചിനീയർ പാൻ ഇന്ത്യ. ഇത് ഓൾ ഓവർ ഇന്ത്യയുടെ വേക്കൻസിയാണ്, പ്രത്യേകിച്ച് കൊച്ചിയിലുണ്ട്. ലൊക്കേഷൻ കൊച്ചി പാൻ ഇന്ത്യ ആണ്. കൊച്ചി പാൻ ഇന്ത്യ കൊച്ചിയിലും ഉണ്ട്, അത് ഓൾ ഓവർ ഇന്ത്യയുടെ വേക്കൻസിയാണ്. ഇത് ഡേറ്റ് പബ്ലിഷ്ഡ് 24 പറഞ്ഞ് ഇത് ഫുൾ ടൈം ആണ്. അപ്പം ഈ ഒരു ഈ കഗ്നിസെന്റിൽ നിങ്ങൾക്ക് വർക്ക് ഫ്രം ഹോമും ഉണ്ട്, വർക്ക് ഫ്രം ഓഫീസും ഉണ്ട്. അതെങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് ഞാൻ ചെക്ക് ചെയ്യുന്ന കാര്യം ഞാൻ വിട്ടുപോയി, അത് നിങ്ങളോട് പറയാനായിട്ട്. അപ്പം വീണ്ടും ഞാൻ ഇവിടെ നിങ്ങൾ വർക്ക് ഫ്രം ഹോം എടുക്കുക. ആദ്യമായിട്ട് സെർച്ച് അഡ്വാൻസിൽ പോയിട്ട് ഇവിടെ വർക്ക് മോഡലിൽ പോകണം. വർക്ക് മോഡലിൽ പോയി വർക്ക് ഫ്രം ഹോം എടുക്കുക. വർക്ക് ഫ്രം ഹോം എടുത്തിട്ട് ഇവിടെ കൊച്ചി എന്ന് എഴുതുക. ഇവിടെ കൊച്ചി കേരള ഇന്ത്യ എടുത്ത് എന്നിട്ട് സെർച്ച് ചെയ്യുക. അപ്പൊ ഇവിടെ വർക്ക് ഫ്രം ഹോമിന്റെ വന്ന് ഇത്രയും നിങ്ങൾ വർക്ക് ഫ്രം ഹോമിന്റെയാണ് ഇതെല്ലാം. ബാംഗ്ലൂർ കർണാടക ഇവിടെ തന്നിട്ടുണ്ട്, പക്ഷെ വർക്ക് ഫ്രം ഹോം എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ബാംഗ്ലൂർ കർണാടക പറയുന്നുണ്ട്, പക്ഷെ വർക്ക് ഫ്രം ഹോം അത് നിങ്ങളുടെ വീട്ടിൽ വെച്ചുള്ള വർക്കായിരിക്കും. ഇവർ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ ചെന്നൈയിലാണെങ്കിൽ തമിഴ്നാട് എന്ന് പറയുന്നത് അതിൻ്റെ ഇവരുടെ ഒരു കൺട്രോളിങ് ഓഫീസ് ഇതായിരിക്കും, പക്ഷെ നിങ്ങൾ വർക്ക് ചെയ്യുന്നത് വീട്ടിൽ നിന്നായിരിക്കും. അപ്പൊ വീണ്ടും ഞാൻ തിരിച്ചെങ്ങനെയാ ഇതിപ്പോ ഞാൻ വർക്ക് ഫ്രം ഹോമിലുള്ള വേക്കൻസിയാണ് ഞാൻ കാണിച്ചത്. വീണ്ടും ഞാൻ ഫിൽട്ടർ ക്ലിയർ ചെയ്ത് ഇനി ഞാൻ ലൊക്കേഷൻ കൊച്ചി കൊടുക്കുകയാണ്. നമ്മുടെ കേരളത്തിലുള്ള വേക്കൻസിയെ പറ്റി അറിയാൻ വേണ്ടിയിട്ട്, വർക്ക് ഫ്രം ഓഫീസിന്റെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പം ഇത് അപ്ലൈ ചെയ്യുന്നതിന് രണ്ടിനും സെയിം പ്രൊസീജിയറാണ്. ഞാൻ ഇവിടെ കൊച്ചി കേരള ഇന്ത്യ എന്ന് പറയുന്നുണ്ട്, ടെക്നോളജി ആൻഡ് എഞ്ചിനീയറിംഗ് ആണ്. ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്ത് നേരത്തെ കണക്കുള്ള ഈ ഒരു പർട്ടിക്കുലർ പേജിൽ വന്ന് ഇവിടെ നിന്ന് താഴോട്ട് പോയി അപ്ലൈ നൗവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇവരുടെ കമ്പനിയെ പറ്റി പറയുന്നുണ്ട്. നമുക്കിവിടെ കൺഫേം ചെയ്യണം, ഇവരുടെ എഗ്രിമെന്റ് കൺഫേം ചെയ്യണം.
കൺഫേം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു പേജിലേക്ക് വരും. ഇവിടെ നിങ്ങൾ യൂസർ നെയിം പാസ്വേഡ് ഇട്ട് നിങ്ങൾ നേരത്തെ അപ്ലൈ ചെയ്തെങ്കിൽ നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾ ന്യൂ യൂസറിൽ പോയിട്ട് ഇവിടെ അവർ ചോദിക്കുന്ന യൂസർ നെയിം പാസ്വേഡ് കൊടുക്കണം. റീ എൻ്റർ പാസ്വേഡ്, ഇമെയിൽ അഡ്രസ്, റീ എൻ്റർ ഇമെയിൽ അഡ്രസ് എഴുതി രജിസ്റ്റർ ചെയ്ത് അവിടുന്ന് നിങ്ങൾക്ക് മുന്നോട്ട് പോയി അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതാണ് ഇതിൻ്റെ ഒരു രീതി. അപ്പം ഇത്രയും നേരം നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് വളരെയേറെ നന്ദി പറയുന്നു.